എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്നും വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു സൂപ്പർ കറി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. മിക്സിയുടെ ഒരു ചെറിയ ജാറെടുത്തു. അതിനകത്തിലോട്ട് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിന് നമ്മളിടുന്നു. അതിനെ ഇട്ടു. 1 ടീസ്പൂൺ കസ്കസ് അതും ഇതിനകത്തിലിടുവാണ്. പിന്നെ നമ്മുടെ കറുവപ്പട്ടയുണ്ടല്ലോ, ഡാൽച്ചീനി എന്നൊക്കെ പറയും, അത് ഒരു വലിയ പീസായിരുന്നു. അതിനെ ഞാൻ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ മിക്സിയുടെ ജാറ് കേടാകാതിരിക്കാൻ വേണ്ടി ഞാൻ കൈ കൊണ്ട് ഒടിച്ചെടുത്തതാണ്. അതും ഇട്ടു. പിന്നെ ഒരു 10 കാഷ്യൂനട്ട് അതിനെ വിട്ടു. ഒരു 6 ഗ്രാമ്പൂവും 3 ഏലക്കായും അതും ഇട്ടു. പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് കണ്ട, 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ ജീരകവും. തേങ്ങ 1 മുറി ഞാൻ പീസാക്കി എടുത്തതാണ്, അരിഞ്ഞെടുത്തതാണ്. അതിനെയും കൂടെ നമ്മൾ ഇതിനകത്ത് ഇടുവാണ് കേട്ടോ. ഇതിനെ നന്നായി അരച്ചെടുക്കണം, വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കാതെ ഞാൻ കണ്ടോ നന്നായിട്ട് അരച്ചെടുത്ത് കണ്ടോ, ഇങ്ങനെ എടുക്കണം കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്തു, കുക്കർ വെച്ചു. കുക്കർ നന്നായിട്ട് ചൂടായി. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയോ ഇഷ്ടമുള്ള എണ്ണ കേട്ടോ. വഷ്ണയുടെ ഇല ഒരു 3 എണ്ണം എടുത്ത് അതിനെ പൊടിച്ചിട്ടിടുക കേട്ടോ എണ്ണയിലോട്ട്. 2 സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇടുവാണ്. എരിവുള്ള നല്ല വലിപ്പമുള്ള മുളകായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 എണ്ണത്തിനെ മുറിച്ച് വെച്ചു. അതും കൂടെ ഒന്ന് ഇടുവാണ്. 6-7 കഷ്ണം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞതും പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ടും കൂടെ കൂട്ടി ചതച്ചെടുത്തതാണ് കേട്ടോ. അതെ കണ്ടോ, അതും കൂടി ഇതിനകത്തിലിടുക. പുതിനയുടെ ഇലയാണിത് കേട്ടോ. അതെ, 1 പിടി കഴുകി നമ്മൾ അടത്തിയെടുത്തു, അതും കൂടി ഇതിനകത്തിലിട്ടു. പിന്നെ മല്ലിയില കുറച്ച് അതും കൂടെ ഇട്ടു. എന്നിട്ട് ഒന്ന് വഴറ്റിക്കോട്ടെ. അര ടീസ്പൂണ് ഉപ്പ് പാകത്തിന് പിന്നെ ചെക്ക് ചെയ്ത് നോക്കണം, വേണമെങ്കിൽ ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ലൈറ്റ് മെറൂണായി കണ്ടല്ലോ. ഇത് ഹൈയിലിട്ടൊരു കാര്യവും ചെയ്യല് കേട്ടോ. മീഡിയത്തിലിട്ടൊക്കെ ചെയ്താലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കരിയും. നമ്മൾ അധികം എണ്ണയും യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതേണ്ട തക്കാളി 2 തക്കാളി പൊടിയായിട്ടരിഞ്ഞു അതിനെ ഇടുകയാണ്. നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ അതിനെ ഇടുക. ഇതുവരെയും നമ്മൾ വെള്ളം എന്ന് പറഞ്ഞൊരു കാര്യം തൊട്ടിട്ടില്ല. ഞാൻ മസാല എല്ലാം കൂടി ഇളക്കി നല്ല പരുവത്തിനാക്കി എടുത്തു. ഒരു 250 ml എങ്കിലും വെള്ളം വേണം. 250-300 അതിനെ ഞാൻ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ അതെ ശരിയാക്കി എടുത്തതിന് ശേഷം 1 വിസിൽ കേൾക്കണം കേട്ടോ. അത് മീഡിയത്തിലിടാവൂ, എന്നിട്ട് 1 വിസിൽ. അത് കഴിഞ്ഞ് ബാക്കി പറഞ്ഞു തരാം. കുക്കർ തുറന്നു. 1 ടേബിൾ സ്പൂൺ ചക്കരപ്പൊടി ഇട്ടു കേട്ടോ. പിന്നെ പനീർ തേണ്ട് കണ്ടോ, 1 കവർ ഞാൻ വാങ്ങിച്ചു. അത് അങ്ങോട്ട് ഇടുവാണ്. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുത്ത് വെക്കാം. പനീറിട്ട് ഒന്നും തിളച്ച് കഴിയുമ്പം ഓഫ് ചെയ്യണം. പനീറിനകത്താണ് വിറ്റാമിൻ ഡി ഒരുപാട് അടങ്ങിയിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.